ഇപ്പോൾ സുന്നികളുടെ പത്രം എഴുതിയ ഒരു മുഖപ്രസംഗമുണ്ട്. ആ പാർട്ടിയിൽ, അതായത് കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ച ലക്ഷക്കണക്കിന് ദളിതുകളും മതന്യൂനപക്ഷങ്ങളും സംരക്ഷിക്കുമെന്നുറപ്പുള്ള രാഷ്ട്രീയ ബദലുകളിലേക്ക് ചേർക്കേറും എന്ന് വെച്ചാൽ സംരക്ഷിക്കുമെന്നുറപ്പുള്ള രാഷ്ട്രീയ ബദലുകൾ. ഞാൻ ഇതിനെ ഒരു പ്രാദേശിക വിഷയമായി കാണാനോ ഒരു മുസ്ലിം ഹിന്ദു വിഷയമായി കാണാനോ തയ്യാറേ അല്ല. ഈ വിഷയം അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്നേയില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ആഘാതം എവിടെയാണ് എന്നുള്ളതാണ് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എന്നെ വലിയ നിലയിൽ ആശങ്കയിലാത്തുന്നത്. ഇത് നമ്മൾ സാധാരണഗതിയിലെ ഒരു BJPയുടെ ഒരു നയസമീപനത്തിൽ കാണിക്കുന്ന രീതിയിലുള്ള ഒരു ആശങ്ക പോലുമല്ല. നാളെ എൻ്റെ അടുത്ത തലമുറയെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് വലിയ വിഷയമാണ്. അവിടെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ സാന്നിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായം പറയേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നോക്കൂ, ഈ സമീപകാലത്ത് കോടതികളിലൂടെ വന്നിട്ടുള്ള വിധികളെ എങ്ങനെയാണ് BJP ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ കാര്യം നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ. രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ വായിച്ചതാണല്ലേ ആ വിധിന്യായം. ആ വിധിന്യായത്തിൽ ഒരു ജഡ്ജിക്ക് ഒപ്പിടാൻ കഴിയുന്നില്ല. ആ നിലയിൽ കുറ്റബോധത്തോടു കൂടിയാണ് ആ വിധിന്യായം രാജ്യത്തിന് സമ്മാനിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതൊരു മെജോറിറ്റേറിയൻ റൂൾ എന്നുള്ള നിലയിലാണ് ഈ രാജ്യം ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നതെന്ന് സുപ്രീം കോടതി എന്ന ജുഡീഷ്യറി എന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിന് തിരിച്ചറിവും അതിനനുസരിച്ചുള്ള ഒരു വിധി എഴുതുകയും അവരെ പോയി വൈൻ കുടിക്കാൻ പോവുകയും ചെയ്യുകയാണ് അന്നുണ്ടായിട്ടുള്ള യഥാർത്ഥത്തിൽ. അപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നു. അത് അടുത്ത 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50% മുകളിൽ BJPക്ക് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപിത ലക്ഷ്യത്തോടു കൂടി ആ പ്രതിഷ്ഠ നടത്തുന്നത് ആരാണ്? നരേന്ദ്രമോദി എന്ന BJPയുടെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഊഹിക്കാവുന്ന ഒരു കാര്യമുണ്ട്, അനുമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. നരേന്ദ്രമോദി കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രതിഷ്ഠയുമായി പോകുന്ന ഒരു 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 നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ടെലിവിഷൻ ലൈവ് സംപ്രേഷണം ഉണ്ടല്ലോ, ആ ദൃശ്യം എൻ്റെ കൺമുന്നിൽ, എൻ്റെ ഈ കണ്ണിൻ്റെ മുന്നിൽ ഇപ്പോഴുണ്ട്. അതെനിക്ക് 22-ാം തീയതി വരെ കാത്തിരിക്കണ്ട. അപ്പോൾ നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ ഹിന്ദുത്വ പ്രതിഷ്ഠ നിർവഹിക്കുന്നത് നരേന്ദ്രമോദി ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം എങ്ങനെയാണോ കോടതിയിലൂടെ നടത്തിയെടുക്കാൻ കഴിയുക അത് സാധ്യമാക്കിയിരിക്കുന്നു. നോക്കൂ, ഈ സമീപകാലത്ത് വന്നിട്ടുള്ള മറ്റൊരു വിധിയാണ് 370-ൽ ജുബ്ബയുടെ പോക്കറ്റിൽ നിന്നും കടലാസ് എടുത്ത് അമിത്ഷാ വായിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, നമ്മളതിനെ കോടതിയിൽ ചോദ്യം ചെയ്തു. പകരം എന്താ സംഭവിച്ചിട്ടുള്ളത്? ഫെഡറലിസത്തെ തന്നെ ഫെഡറലിസം എന്ന് പറയുന്ന സമ്പ്രദായം യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ അജണ്ടയിലില്ല. ഒരൊറ്റ രാഷ്ട്രം എന്നുള്ളതാണ്, ഒരു പ്രസിഡൻറ്റിൻ്റെ ഭരണത്തിന് കീഴിലുള്ള ഒരൊറ്റ രാഷ്ട്രം എന്നുള്ളതാണ്. ഇപ്പോൾ 370 കോടതിയിലെത്തിയപ്പോൾ കോടതി ചെയ്തു കൊടുത്തത് എന്താണ്? ഇന്ത്യ യൂണിയൻ ടെറിട്ടറീസ് എന്ന നിലയിലേക്ക് ആക്കി കൊടുത്തിരിക്കുന്നു. നാളെ നമ്മൾ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തെ ഒരു യൂണിയൻ ടെറിട്ടറി ആക്കിയാൽ ആരും ചോദിക്കാനും പറയാനില്ല. നമ്മൾ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കോടതിയിലേക്കാണ് പോകേണ്ടത്, സുപ്രീം കോടതിയിലേക്കാണ് പോകേണ്ടത്. ആ സുപ്രീം കോടതി ആ വിഷയം പരിഗണിക്കാതെ വിട്ടിരിക്കുന്നു, അടുത്ത ബെഞ്ചിലേക്ക് വിട്ടിരിക്കുന്നു. മറ്റൊരു യുക്തമായ വിഷയം വരുന്നത് വരെ, അതായത് കേരളത്തെ യൂണിയൻ ടെറിട്ടറി ആക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് അത് പരിശോധിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണെന്ന് മാത്രമല്ല, നിലവിൽ 370 പ്രയോഗിച്ച് ജമ്മു കശ്മീർ എന്ന ഒരു പൂർണ്ണ സംസ്ഥാനത്തെ യൂണിയൻ ടെറിട്ടറി ആക്കി വിഭജിച്ചതിനെക്കുറിച്ച് സുപ്രീം കോടതി തെറ്റായ വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത തവണ എന്താ സംഭവിക്കാൻ പോകുന്നത്? നമുക്കിനി ആകെ ബാക്കിയുള്ളത് ഏറ്റവും കുറഞ്ഞത് ഭരണഘടനയിൽ പറയാനെങ്കിലും മതേതരത്വവും ജനാധിപത്യവും ഉണ്ട്. ഇനി കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇവർ പരിഷ്കരിക്കുമെന്നേ. ഇതിനേക്കാൾ വലിയ കേശവാനന്ദ ഭാരതി ജഡ്ജിമെൻ്റ് എഴുതിയിട്ടുള്ള വിശാല ബെഞ്ചിനേക്കാൾ വലിയൊരു ജഡ്ജിമെൻ്റാണ് വരാൻ പോകുന്നത്. ഒരു ബെഞ്ചാണ് വരാൻ പോകുന്നത്. അതിലേക്ക് രാജ്യം എത്തിക്കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി മാറുന്നു എന്നുള്ള അപകടകരമായ സാഹചര്യത്തിലേക്ക് നോക്കൂ. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു 5% വോട്ട് കുറഞ്ഞേക്കാം. പക്ഷെ നിങ്ങൾ നിലപാട് പറയാത്തത് 370-ൽ നമ്മൾ കണ്ടു. നിങ്ങൾ നിലപാട് പറയാത്തത് രാമജന്മഭൂമി ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ നിങ്ങൾ കേശവാനന്ദ ഭാരതിക്കാണോ കാത്തു നിൽക്കുന്നത്? അതായത് ജനാധിപത്യവും മതേതരത്വവും എടുത്ത് കളയുന്ന കാലഘട്ടത്തിലേക്കാണോ കാത്തു നിൽക്കുന്നത്? ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരു ഈ രാജ്യത്തെ 140 ജനകോടികളിൽ ഒരാൾ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പമുണ്ട്. നമുക്കതിനു വേണ്ടി നമുക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തിന് നമുക്ക് ചരിത്ര പുസ്തകങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. നമ്മുടെ തന്നെ അനുഭവമാണത്. ഈ പറയുന്ന കാര്യങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ വരാനിരിക്കുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്നതാണ് എൻ്റെ മുന്നിലുള്ളത്.
Meet the editors.